മലപ്പുറം AR നഗർ ഇരുമ്പു ചോലയിൽ തെരുവുനായ ആക്രമണത്തിൽ നിന്ന് ഒരു 1-ാം ക്ലാസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്തയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നവീദ് മുഹമ്മദ് എന്ന 5 വയസ്സുകാരനാണ് ആക്രമണത്തെ ധൈര്യത്തോടെ ചെറുത്തു നിന്നത്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആദ്യം നമുക്ക് ആ ദൃശ്യം നോക്കാം. സമീർ ബിൻ ഖരീം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. പറയൂ സമീർ, ആ കുട്ടി എന്തായാലും കാര്യമായിട്ട് ചെറുത്തു നിന്നു എന്നാണ് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇന്നലെ രാവിലെ നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. AR നഗർ ഇരുമ്പുചോല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. നവീദ് മുഹമ്മദ് എന്ന് പറയുന്ന 5 വയസ്സുള്ള വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകാനായി വീടിന് മുൻപിലുള്ള റോഡിൽ ഇറങ്ങി വാഹനം കാത്ത് നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് തെരുവ് നായ ഈ വിദ്യാർത്ഥിയെ ആക്രമിക്കാനായി ഓടി എത്തുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥി ഒരു തരത്തിലും പതറിയില്ല എന്ന് മാത്രമല്ല, ഓടിപ്പോവുകയും ചെയ്തില്ല. പകരം തെരുവ് നായയെ ധൈര്യപൂർവ്വം നേരിട്ടു എന്നുള്ളതാണ്. ശബ്ദമുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ തെരുവ് നായയെ ഓടിക്കാനുള്ള ശ്രമവും ഈ വിദ്യാർത്ഥി നടത്തുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും ഒടുവിൽ തെരുവ് നായക്ക് പരാജയപ്പെട്ട് പിന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും വിദ്യാർത്ഥിയുടെ ധൈര്യപൂർവ്വമുള്ള ഇടപെടലാണ് ഈ വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും. അതിനുശേഷം മറ്റു തെരുവ് നായകളും ആ ദൃശ്യങ്ങളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് മറ്റൊരു വിദ്യാർത്ഥിക്കൊപ്പം വിദ്യാർത്ഥി അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. ഏതായാലും ഈ പ്രദേശത്ത് തെരുവ് നായ ശല്യം അതിരൂക്ഷമാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും വിദ്യാർത്ഥികളുടെ കയ്യിലും ബാഗും ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്താണ് പലപ്പോഴും നായ ആക്രമിക്കാൻ വരാറുള്ളതെങ്കിൽ ഇത്തവണ അങ്ങനെ ഒന്നും തന്നെ കുട്ടിയുടെ കയ്യിൽ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്തരത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെയാണ് തെരുവ് നായ ഓടി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. സമീർ ബിൻ ഖരീമാണ് വിവരം നൽകിയത്. എന്തായാലും അവൻ നാട് മിടുകന പട്ടി പഠിച്ചുപോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.